നോക്കൂ 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 ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ആധികാരികതയോ വിശ്വാസ്യതയോ നിങ്ങൾക്കൊരു ചർച്ചയിൽ ഒരു വാദം ഉന്നയിക്കാനുള്ള കാരണമായി പറയാൻ പറ്റില്ല. ഇന്നിപ്പോ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ പോലും എഴുതിയിട്ടുള്ള ഒരു കാര്യം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലേ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ദൗർഭാഗ്യകരമായി ഈ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള PIB മാത്രമാണ് ഫാക്ട് ചെക്കിംഗ് നൽകുന്നത് എന്ന് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് BJPക്ക് പറയാൻ ഒരു കാര്യത്തിൽ അവസാനത്തെ വാക്ക് പറയാനുള്ള ഔദ്യോഗിക സംവിധാനം? എനിക്ക് 10-16 വർഷം മുൻപുള്ള BJP നേതാക്കന്മാരുടെ എല്ലാ പ്രസ്താവനകളും ഞാനിവിടെ എടുത്തുകൊണ്ടുവരേണ്ടി വരും. അത് അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ കൃത്യമായിട്ടും അറിയാം. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് PIB പറയുന്നത് മാത്രമാണ് ശരിയെങ്കിൽ പിന്നെ മാധ്യമങ്ങളുടെ ആവശ്യം പോലും ഇല്ലല്ലോ. ഈ രാജ്യത്ത് മാധ്യമങ്ങളുടെ ആവശ്യങ്ങൾ പോലും ഇല്ലല്ലോ. PR മാത്രം മതിയല്ലോ. അല്ല, നോക്കൂ, ഒരു കാര്യം, ഈ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ രണ്ട് പക്ഷത്തു നിന്നുള്ള സ്രോതസ്സുകളെയും നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പക്ഷത്ത് വന്നിട്ടുള്ള ഒരു വിശദീകരണത്തെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഏറ്റവും ആധികാരികത എന്നൊരു നില സ്വീകരിക്കുന്നത് ശരിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച തന്നെ നയിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. കാരണം ഈ സമരം തന്നെ ഒരു മുൻകൂട്ടി അജണ്ടയുടെ ഭാഗമാണ്. നീറ്റല്ല വിഷയം എന്നാണല്ലോ BJP പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച പോലും അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയം ഉണ്ടാകില്ല എന്ന് പ്രേക്ഷകർ കരുതില്ലേ? ശ്രീമതി അപർണ കുറുപ്പ്, BJP എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ BJPയുടെ പ്രതിനിധിനെ വിളിക്കുന്നത്? BJP എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത് ഞാനല്ലേ പറയേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് പറയാം, നിങ്ങളുടെ മാധ്യമത്തിന്റെ നിലപാട് പറയാം. BJP ഇതാണല്ലോ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ടോ? ഈ ചർച്ചയിൽ നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളാണ്. ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സൈഡ് പറയാൻ വേണ്ടി പങ്കെടുക്കുന്ന ഒരേ ആൾ ഞാനാണെന്നിരിക്കെ എനിക്ക് മതിയായിട്ടുള്ള സമയം തരിക എന്നത് മാത്രമല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിരന്തരമായിട്ട് ഇടപെടുക, അലങ്കോലപ്പെടുത്തുക, അതൊരു മര്യാദയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ എനിക്ക് 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, ഈ പറയുന്ന നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ കാര്യത്തിൽ ഗവൺമെന്റ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് പഴുതടച്ചുകൊണ്ട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 3-ാം തീയതി നടത്തിയിട്ടുള്ള പരീക്ഷയിൽ മെയ് 7-ാം തീയതിയാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. മെയ് 12-ാം തീയതി തന്നെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ആദ്യം സംസ്ഥാന പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് അന്വേഷിച്ചിരുന്നു. പിന്നീട് CBI അന്വേഷണം പ്രഖ്യാപിച്ചു. മുൻകൂർ നടന്നിട്ടുള്ള പരീക്ഷ റദ്ദാക്കി 12-ാം തീയതി. പുതിയ പരീക്ഷ നോട്ടിഫൈ ചെയ്തു. ജൂൺ 21-ാം തീയതി പുതിയ പരീക്ഷ നടത്തി. ജൂലൈ 16-ാം തീയതി അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു. 22 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. 11 ലക്ഷം ആളുകൾക്ക് പ്രവേശനം കിട്ടി. അവരുടെ അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചു. ഇതിനിടയിൽ നടന്നിട്ടുള്ള CBI അന്വേഷണത്തിൽ ഈ കാര്യത്തിൽ കുറ്റവാളികളായിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 13ഓളം ആളുകൾ അതിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിൽ ഉണ്ടായിരുന്നത് മുതൽ അഡ്വൈസർ ആയിരുന്നാലും ട്രാൻസ്ലേറ്റർ ആയിരുന്നാലും കോച്ചിംഗ് സെന്റർ നടത്തുന്ന ആളും അത് അവസാനം താഴെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളും ഉൾപ്പെടെ 13 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനിയുള്ള വർഷങ്ങളിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള റിഫോംസ് വരെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ISRO മേധാവിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയും ആ സമിതി 101 നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും അതിൽ അടിയന്തരമായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുകയും 2027 സീറോ ഹ്യൂമൻ ഇന്റർഫറൻസോടുകൂടി പരീക്ഷ നടത്താനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നീറ്റ് പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ സമരം നടത്തുന്ന പല ആളുകളുടെ ആവശ്യം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതല്ല. അവരുടെ ഡിമാൻഡ് പൊളിറ്റിക്കലാണ്. അവരുടെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത്. NTAയുടെ ചെയർമാനായിട്ടുള്ള പ്രദീപ് കുമാർ ജോഷി രാജിവെക്കണമെന്ന് ഒരു ആവശ്യം പോലെ ആരും ഉന്നയിക്കുന്നില്ല. നേരിട്ട് മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം പറയുന്നു. CJP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് മെയ് 5-ാം തീയതിയാണ്. അത് മറ്റൊരു പശ്ചാത്തലത്തിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് മിശ്ര യുവാക്കളെ പാറ്റകൾ എന്ന് വിളിച്ചു എന്ന തെറ്റായിട്ടുള്ള പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ നിയമ ഡിഗ്രികൾ ഉണ്ടാക്കിക്കൊണ്ട് ലീഗൽ പ്രൊഫഷനിലേക്ക് കയറുന്ന ആളുകളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഇന്റർനെറ്റ് സെറ്റാർ മൂവ്മെന്റ് ആയിട്ട് ഈ പറയുന്ന CJP രൂപീകരിച്ചു. CJP രൂപീകരിച്ച ഘട്ടത്തിൽ CJP പറഞ്ഞിട്ടുള്ള 5 ആവശ്യങ്ങളിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിനെതിരെ നിയമനിർമ്മാണം നടപ്പാക്കുക, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും പേര് വെട്ടിക്കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA നിയമം ചുമത്തുക, RTI കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക, അതിനുശേഷമാണ് പിന്നീട് 20ഓളം വിദ്യാർത്ഥികളുടെ മരണം ഉണ്ടാകുന്നത്. നീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മരണം ഉണ്ടാകുന്നതിന് ശേഷമാണല്ലോ. അല്ലല്ല, CJPയുടെ പ്രൊട്ടസ്റ്റ് ആരംഭിക്കുന്നത് ജൂൺ 6-ാം തീയതി മാത്രമാണ്. അതിനിടയിലാണ് ഈ പറയുന്ന 15 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുന്ന വാർത്ത വരികയും BJPന് ഓവർകം ചെയ്തു എന്ന് പറയുകയും ചെയ്തതിനു ശേഷമാണ് ഇത്രയേറെ വിദ്യാർത്ഥികളുടെ പിന്തുണയുള്ള അല്ലെങ്കിൽ യുവാക്കളുടെ പിന്തുണയുള്ള ഒരു സംരംഭത്തെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ആഫ്റ്റർ തോട്ട് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ഈ വിദേശത്തുണ്ടായിരുന്ന അഭിജിത് ദീപ്തി എന്ന് പറയുന്ന ആൾ നാട്ടിൽ വരുന്നത്. അതിനുശേഷം പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ് 6-ാം തീയതി സമരം തുടങ്ങുന്നു. അതിനുശേഷം ജൂൺ 27-ാം തീയതി മാത്രമാണ് സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെയും CJPയെയും കോൺഗ്രസിനെയും നിങ്ങൾ വേർതിരിച്ച് തന്നെ കാണണം. സോനം വാങ്ചുക്കിന്റെ സമരം 21 ദിവസം പൂർത്തീകരിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തെ
ആശുപത്രിയിലേക്ക് കോടതി നിർദ്ദേശപ്രകാരം മാറ്റുന്നത് വരെയും കോൺഗ്രസ് ഈ സമരത്തിൽ എവിടെ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി ആ സമയത്ത് വിദേശയാത്ര നടത്തുകയായിരുന്നു. ഇതിന് ഈ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും അടുത്ത ദിവസം ഒരു പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അല്ല, എനിക്ക് മറ്റ് പാനലിസ്റ്റുകൾ പോകുന്ന ഒറ്റ കാര്യം, പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ബി ജെ പിയുടെ പ്രതിഷേധം എന്തിനാണ്? ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് ഇതുപോലൊരു കൂട്ടായ്മ അതിനകത്ത് ഇടപെടരുതായിരുന്നു എന്നാണോ? അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ യാതൊരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ? കോൺഗ്രസ് ആദ്യം ഇടപെടാത്ത കോൺഗ്രസ് പിന്നീട് ഇടപെട്ട് ഈ ക്രെഡിറ്റ് തട്ടിയെടുത്തു എന്നുള്ളതാണോ? ഈ എല്ലാ വിഷയത്തിനകത്തും എന്താണ് വിഷയം? അല്ലല്ല, കേരളത്തിൽ നടന്ന പ്രതിഷേധം നമ്മളവിടെ കണ്ടതാണ്. ജെ പി നദ്ദ അല്ല സാർ, കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ലേ നമ്മൾ വിശദീകരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള ജെ പി നദ്ദ നേരിട്ട് പ്രതിഷേധക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അവരോട് അവരുടെ ആവശ്യങ്ങൾ റിട്ടേൺ സബ്മിഷൻ ആയിട്ട് തരാൻ പറഞ്ഞു. അവരത് എഴുതി തയ്യാറാക്കാൻ വേണ്ടി 2.5 മണിക്കൂർ സമയം എടുത്തവർ 2.5 മണിക്കൂർ സമയം ജെ പി നദ്ദ അവർക്ക് വേണ്ടി കാത്തുനിന്നു. ഇന്ന് CJPയുടെ 2 പ്രതിനിധികൾ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് ഇവർ തയ്യാറല്ലോ. ഇവിടെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തേണ്ട കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരം നടത്തിയിട്ട് തെരുവ് യുദ്ധത്തിലാണല്ലോ കോപ്പ് കൂട്ടുന്നത്. ഈ കാര്യത്തിൽ ഒരു ഞാൻ തിരികെ വരാം. ശ്രീ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്.